ഇല്ല ചുമ്മാ ചുമ്മാ ഇത് ഷൂട്ട് ചെയ്യുന്നത് എന്തിനാന്ന് പറഞ്ഞാൽ നമ്മൾ താമസിച്ച റൂം കാട്ടിക്കുള്ളേ കൊടുങ്കാട്ടിൽ റൂം അറേഞ്ച് ചെയ്യുന്ന മണി കക്കൂസിൽ നിന്ന് തൂറിയതിനു ശേഷം ഇതാ വന്നിരിക്കുന്നു. ഇതാണ് മണി. കാട്ടിൽ ചുറ്റും സുരക്ഷാ കവചങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. നോക്കൂ, വാരിക്കുഴികൾ. ഇത് പുലി കയറാതിരിക്കാനല്ല, ഇത് വെറും ആന ഇറങ്ങാതിരിക്കാൻ വേണ്ടിയുള്ളതാണ്. പുലിക്ക് ഇത് നിസ്സാരം, പുലി നടന്നാൽ മതി. ഇതാണ് വാഴിക്കുഴി. ഈ വാഴിക്കുഴി ഈ ടെന്റിന്റെ ചുറ്റും ഉണ്ട്. ഇതാണ് പുൽമേട്. ഇവിടെ കാട്ടുപോത്തുകൾ വന്ന് മേയുന്നതാണ്. ഇപ്പോൾ സമയം രാവിലെ ആയതിനാൽ കാട്ടുപോത്തുകളൊന്നും വരാതെ ഇരിക്കുകയാണ്. വെയിലടിച്ചാൽ മാത്രമേ കാട്ടുപോത്തുകൾ തുറത്തായ സ്ഥലത്ത് വരുള്ളൂ. വെയിലടിച്ചില്ലെങ്കിൽ കാട്ടുപോത്തുകൾ രാത്രി വീട് മരത്തിനിടെ ഇരിക്കും പോലെ ഇരിക്കും. വെയിലടിച്ചാൽ അത് വെയിലടിക്കാൻ വേണ്ടി വരും. ഇതൊന്നും മല കാട്, ഫോറസ്റ്റുക്കുള്ള തടി ഹൗസ്. ഇത് നമ്മുടെ ക്യാമ്പ്. നമ്മ ഇങ്ങ തങ്ക പോറ ആദിവാസികളുടെ ഗ്രാമം. പുതിയ സിനിമയുടെ ഷൂട്ടിങ്ങിനായി വിനോദ് ജോസ് സ്ഥലങ്ങൾ ഓരോന്ന് നോക്കുകയാണ്. നമ്മുടെ പൈലറ്റ് സ്ഥലങ്ങൾ വീക്ഷിക്കുകയാണ്. പൈലറ്റ് എന്തെങ്കിലും കൊണ്ടോ ഡയലോഗ് പറയളിയ ചേട്ടാ? ഒരു ഡയലോഗ് പറയും ചേട്ടാ. ഡയലോഗിനും പറഞ്ഞോ? ഒന്ന് പറയും, ഞാൻ ബാക്കി പറയാം. ഒരു ഇന്റർവ്യൂ. ഇന്നലത്തെ റൈഡ് ഒരു പൈലറ്റ് എന്ന നിലയ്ക്ക്, ഒരു ടവേരയുടെ പൈലറ്റ്, ഒരു കോളേജിന്റെ പൈലറ്റ്, ഒരു സ്കോർപിയോയുടെ പൈലറ്റ് എന്ന നിലയ്ക്ക് ഇന്നലെ വന്ന ജീപ്പിലെ അഡ്വഞ്ചറസ് റൈഡ് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? എന്ത് തോന്നാനെന്ന് വെച്ചാൽ പറയണെങ്കിൽ ഒരു പക്ഷേ ആരും കാണത്തില്ലായിരുന്നു. അതെ, ഒരു മിനിറ്റ് നിങ്ങൾ ലൈനിൽ ഹോൾഡ് ചെയ്യൂ. ജോസിനോട് അഭിപ്രായം ചോദിക്കാം. ലഗേജിന്റെ കാര്യം പറയണം. ജോസ്, കോട്ടയത്തിലെ പ്രമുഖ മെർച്ചന്റ് വ്യാപാരിയും പ്ലാന്ററുമായ ജോസ് ചായൻ നിങ്ങൾക്കായി ഇവിടെ ഉണ്ട്, ലൈനിലുണ്ട്. ജോസ് പറയൂ, എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഞാൻ എന്തിനു പറയണം തള്ള? ഞാൻ എന്തിനു പറയണം? ലഗേജാ? എന്നാ ലഗേജ്? ഉള്ളത് പറയണേ. ഉച്ചക്ക് എന്താ വേണ്ടത്? കപ്പ ബിരിയാണി മട്ടും. കപ്പ ബിരിയാണി ഇന്നലെ പയ്യൻ എന്താ സ്വപ്നത്തിൽ വിളിച്ചു പറഞ്ഞേ? ഷൂട്ട് ചെയ്തോണ്ടിരിക്കുകയാണ്. അവർ നല്ല കൊണ്ടാണ്. നമുക്ക് എഡിറ്റ് ചെയ്ത് കയറ്റായിരുന്നു. ഇത് വെറുതെ ഒരു രസമുള്ളൊരു സംഭവം അല്ലല്ലോ. നിനക്ക് അഭിപ്രായം? ഇന്നലെ ഞാൻ ഉദ്ദേശിച്ചത്, ഇന്നലെ രാത്രി നീ പറഞ്ഞ് എന്നാ തിരുവാണെങ്കിൽ നമ്മൾ സ്വർഗത്തോട്ട് ലഗേജുമായിട്ടാ പോണത്. അത് പറഞ്ഞില്ലേ നമുക്ക്? ഇഞ്ഞി പറയണ്ട, ഇഞ്ഞി പോയി എല്ലാ രസം പോയി. അതാണ് ലഗേജ്. അതങ്ങനെ പറഞ്ഞാൽ നിനക്ക് ബീഫല്ല പന്നിയിരിക്ക അല്ല, വെറൈറ്റി ചിക്കൻ വേണ്ട, ചിക്കൻ നാടൻ കോഴി ഇരിക്കാം.